ബസ്സിലെ പിടിക്കും. ഹലോ ഫ്രണ്ട്സ്, റോയൽ സ്റ്റാർ വാട്ടർ ടെക്നോളജീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തറയിലൊക്കെ അയണ്ട കണ്ടന്റ് കൊണ്ട് നമുക്ക് കറ പിടിക്കുന്നത്, നമ്മൾ പുറത്തിടുന്ന മറ്റേ ബാംഗ്ലൂർ സ്റ്റോൺ, അങ്ങനെയുള്ള ഇന്റർലോക്ക്, അങ്ങനെയുള്ള ഇവിടെയെല്ലാം ചെടി നനയ്ക്കാനായിട്ട് നമ്മളിവിടെ വെള്ളം വീഴുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ ഓക്സിജനുമായിട്ടുള്ള കണ്ടാമിനേഷൻ വന്നിട്ട് നമ്മുടെ ഇത് അയണ്ട ഇത് പിടിച്ച് കറ പിടിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മളപ്പോൾ ഇന്ന് ചങ്ങനാശ്ശേരിയിലാണ് എത്തിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ KBC ഗാർഡൻസിലാണ് വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിലേക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അജയ് ഉണ്ടെന്ന്. അജയ് സാധനങ്ങളെല്ലാം സെറ്റാണ്. നമ്മളിപ്പോൾ എല്ലാം ഇറക്കി. ഈ വെസലാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഈ വെസലിലാണ് നമ്മൾ അയൺ റിമൂവർ പ്ലാന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സാധനമാണ്. അപ്പം നമുക്ക് അകത്തേക്ക് കയറി ഇതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം. ബാ, ഈ വീട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും വീഡിയോസിലെല്ലാം. ഇവിടെയാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. ഇത്രയും ഗാർഡൻ ഏരിയ ഉണ്ട് ഇവർക്ക്. ഈ കല്ല് മുഴുവൻ, ഈ കാണുന്ന ഈ കളറും, ഈ കാണുന്ന എല്ലാം അവർ നനച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കളറും ഇതൊക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മളിന്ന് മാറ്റി കൊടുക്കാൻ പോകുന്നത്. അത് കാണിച്ചു കൊടുത്തത്. നമ്മള് ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്ത സ്ഥലത്തെല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സൊല്യൂഷന് വേണ്ടി ഇപ്പം ഇവർക്ക് സജസ്റ്റ് ചെയ്തത്. ഇത്ര ഏരിയാസ് ഇവർക്ക് നനയ്ക്കാനുണ്ട്, ഒരുപാട് ഏരിയാസ് ഇവർക്ക് നനയ്ക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ മീഡിയാസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് അതിലേക്ക് വരാം. അയൺ റിമൂവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. മഗ്നീഷ്യം അയണും റിമൂവ് ചെയ്യുന്ന മീഡിയാസ് ആണിത്. കാറ്റലക്സും MN0 ആണിത്. പിന്നെ കാർബണും സ്മെല്ലും കാര്യങ്ങളും ഉണ്ട് കുറച്ച്. അപ്പോൾ അതിന് കാർബണും പിന്നെ സാൻഡും കാർബണും ഒക്കെയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ വെസൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിലേക്ക് പോവാം. നമ്മൾ ഈ ഗാർഡൻ പർപ്പസിന് വേണ്ടിയിട്ട് വിലി എന്ന് പറയുന്ന ഒരു വെസലാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇവിടെ കൊടുക്കുന്നത്. പുതിയൊരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി വന്നിട്ടുള്ള വെസലായിരുന്നു. കൊള്ളാവുന്ന സാധനമാണ്. നമ്മൾ ഇത് ടോപ്പ് ആൻഡ് ബോട്ടം വെസലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെയിനർ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയിനർ. ഇനിയിപ്പം ബാക്കി ഫിറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അജയ് ഉണ്ട്, വിശാഖുണ്ട്. ഇത് ഇവിടെ എന്താ പരിപാടി അജയ്? നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം വെസലൊക്കെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെടി നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട്? അയൺ നനയ്ക്കാൻ വേണ്ടി. ഞാൻ കറ കാണിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ ഉള്ള ഇതല്ല. ഈ കറയെല്ലാം ഈ അയണിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു വെസൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ ഇത് ഓൾറെഡി ഫിൽട്ടർ ചെയ്ത് ഇവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാങ്കാണ്. ഇപ്പോൾ ഇവർ നനച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്നാണ്. അത് ബോർവെൽ ഇതിനകത്തുണ്ട്. ബോർവെൽ നമ്മൾ അതിനുവേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പം ഇവിടെയാണ് നമ്മൾ ഫിൽട്ടർ വെക്കുന്നത്. എല്ലായിടത്തും സ്പ്രിംഗ്ലർ വെച്ചേക്കുവാണ് ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തോ വിഷയപ്പോൾ ടൈറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോ ബോട്ട യൂണിയൻ ടൈറ്റ് ചെയ്തോണ്ടിരിക്കുക. സെൻട്രാക്കി വെക്ക്, സെൻട്രലൈസ്ഡ് ചെയ്ത് വെക്ക്. വെസൽ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിന് മീഡിയ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതിനകത്തേക്ക് മീഡിയ ഫില്ലിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ലാഡർ കിട്ടിയിരിക്കുകയാണ് ഫില്ല് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ എളുപ്പമാണ്. നേരത്തെ ഹൈറ്റ് കിട്ടത്തില്ലായിരുന്നു. വിശാല ചൂട് അങ്ങനെ ഉണ്ടോ? എല്ലാരും വെള്ളം കുടിക്കുക മാക്സിമം, അല്ലേടാ? വെള്ളം കുടിച്ചില്ലെങ്കിൽ പണി പാടും. കോഴി സാൻഡാണിത്. തരി കൂടിയ മണ്ണാണ്. അപ്പം ഇങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോഴത്തേക്കും തരി കൂടിയ മണ്ണാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ അത് അടുത്ത ഫില്ല് ചെയ്യാൻ പോകുന്ന അതാണ്. കൊടുത്തു. ആ കായൊന്ന് കാണിച്ചു കൊടുത്തേടാ. ഇതാണ് മംഗൂസ് ട്രീ. ഭയങ്കര വിലയുള്ളൊരു ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനവും കൂടാണ്. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇത് വെച്ചിട്ടുണ്ട്. ഇത് ഫൈൻ സാൻഡ് ആണ് ഗൈസ്. തീരെ തരിയായിട്ടുള്ള പഞ്ചസാര കണക്കിരിക്കുന്ന മണ്ണാണ്. അതാണ് അടുത്തത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അയൺ റിമൂവർ മീഡിയ ആണ് ഗൈസ്. MnO എന്ന് പറയും. മഗ്നീഷ്യം ഡയോക്സൈഡ് ആണിത്. അയണിനെ ഏറ്റവും കൂടുതൽ റെഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മീഡിയ ആണിത്. ഇതും കാറ്റലക്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇതാണ് കാറ്റലക്സ് ലൈറ്റ് എന്ന് പറയുന്ന അയൺ റിമൂവർ മീഡിയ. ജർമ്മൻ മീഡിയ ആണ്. അടുത്തത് നമ്മൾ ഇതാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോണത് ആക്ടിവേറ്റഡ് കാർബൺ ആണ്. ഇത് 1050 ഡിഗ്രി കാർബൺ ആണ്. ഇവിടെ കുറച്ച് സ്മെല്ലും കളറിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് കാർബൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അടുത്ത ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീഡിയ ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കണക്ഷനാണ്. നമുക്ക് ഈ കാണുന്ന ലൈനുകളിലേക്കാണ് കൊടുക്കേണ്ടത്. ഇതാണ് ഇൻലെറ്റ്. ഇതിൽ നിന്ന് ഇൻലെറ്റ് എടുത്ത് ഇതിൽ തന്നെ ഔട്ട്ലെറ്റ് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇതിലെല്ലാത്തിലും കിട്ടണം. പിന്നെ അവിടെ ഒരു ലൈൻ നിൽപ്പുണ്ട്, ആ ലൈനിലും കൊടുക്കണം. ഈ ഏരിയയിൽ കാണുന്ന ഈ സ്പ്രിംഗ്ലറിൽ മുഴുവൻ നനയ്ക്കാൻ വേണ്ടിയിട്ടാണത് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കണക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇങ്ങനെ ത്രെഡ് ചെയ്യുന്ന ടഫ്ലോൺ ചുറ്റുന്ന എന്തെങ്കിലും ഒരു കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ഇതായിട്ട് CPVCയുടെ സോൾവെൻ്റ് ആണ്. നമ്മൾ ആ ഒരു സോൾവെൻ്റ് ഇങ്ങനെ ആ ടഫ്ലോണിൽ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കയറാനും എളുപ്പമായിരിക്കും. അതൊരു സീൽഡും ആകും. നമുക്ക് ലീക്ക് വരുന്ന പ്രശ്നം പിന്നെ ഉണ്ടാകത്തില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ത്രെഡ് നമ്മൾ ടഫ്ലോൺ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. ആ പൈപ്പ് അണിഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ ലൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഫിൽറ്ററിലേക്കുള്ള ലൈനാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇൻലെറ്റ് വരണം. ഇൻലെറ്റ് വന്ന് ഫിൽറ്ററിലേക്ക് കയറുന്നു. ഫിൽറ്ററിൽ നിന്ന് തിരിച്ച് ലൈൻ വന്നിട്ട് ഇവിടെ ഔട്ട്ലെറ്റ് കയറണം. അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. എന്തുവാണ് ഈ സാധനം? ഇതാണ് എയർ റിലീസിങ് വാൽവ്. നമ്മൾ ആ ടോപ്പിൽ ഫസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ഇത് കൊടുക്കണം. ഇത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എയർ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെസൽ പൊട്ടിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്തോടെ എയർ റിലീസ് ചെയ്തു. വലിയ വെസലായതുകൊണ്ട് ഇങ്ങനൊരു വാക്വം ബ്രേക്കർ നമ്മൾ ഉറപ്പായിട്ടും അതിൽ കൊടുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. കുറച്ച് കിട്ടും. നേരെയാണോ നോക്ക്? നേരെയാണോ?
നമ്മുടെ മൾട്ടി പോർട്ട് വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൽവ് ഇപ്പം ടോപ്പ് ആൻഡ് ബോട്ടം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വാൽവ് വരുന്നത് ഈ വെസലുകൾക്ക്. അത് ഇപ്പോൾ താഴത്തെ യൂണിയനും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണ് വാൽവ് വരുന്നത്. നമ്മളെ ഇൻലെറ്റ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഇൻലെറ്റ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലൈനുകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫിൽറ്ററിലേക്ക് പോകുന്ന ഇൻലെറ്റും ഫിൽറ്ററിൻ്റെ ഔട്ട്ലെറ്റും ആണ് ഈ കാണുന്നത്. അവിടുന്ന് അതുപോലെ തന്നെ ഇവിടെ 2 ലൈൻ കൊടുക്കാനുണ്ടായിരുന്നു. ഒന്ന് ഈ കാണുന്ന ലൈനുകൾക്ക് പോകാനും മറ്റൊന്ന് ഈ വരുന്ന ലൈനിന് വേണ്ടിയിട്ട് നമ്മളിതിവിടെ ടീല് ജോയിൻ ചെയ്യിപ്പിച്ചേക്കുവാണ്. ഇപ്പോൾ 2 ലൈനിലേക്കാണ് നമുക്കത് പോകേണ്ടത്. നമ്മളിപ്പോൾ ഫിൽറ്റർ ഇനി ബാക്ക് വാഷിൻ്റെ പരിപാടികൾ ചെയ്യാൻ പോവാണ്. ആ മേളിൽ കാണുന്ന ലൈനാണ് എയർലൈൻ വരുന്നത്. നമ്മൾ ആ എയർലൈൻ അതിൽ ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് വാഷും കാര്യങ്ങളും ചെയ്ത് ലീക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് ലൈനിലേക്ക് കൊടുത്ത് നമ്മുടെ ബാക്ക് വാഷ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് വരണം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഫിൽട്രേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വലിയ യൂസേജ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് കണക്കത്തെ വലിയ ഫിൽറ്റർ വെക്കേണ്ടി വന്നത്. ചെറിയ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ഇത് ചെയ്തു തരാം. എടാ, ലീക്കോ വല്ലതും ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്തോ. മേളിലും താഴെയും അവിടെ എല്ലാം ലീക്ക് നോക്കി. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഫിൽറ്റർ ബാക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ 2ാമത്തെ ദിവസം കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ കുറച്ച് ലേറ്റായി പോയായിരുന്നു. അപ്പോൾ നമ്മൾ 2ാമത്തെ ദിവസം ഇപ്പം ഇന്ന് ഞാനും അജയും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ റിൻസും ബാക്കിയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഔട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് ഓഫ് ചെയ്തേ മോട്ടർ. റിൻസ് ഇട്ട് മോട്ടർ ഓഫ് ചെയ്തിട്ട് റിൻസ് ഇട്ടാവും. മോട്ടർ ഓഫ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ബാക്ക് വാഷിൽ നിന്ന് എടുത്ത് നമുക്ക് റിൻസിലേക്ക് ഇടാം. ഇപ്പോൾ റിൻസിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓൺ ചെയ്തോ? ഓൺ ചെയ്താ? റിൻസിലും എല്ലാം ക്ലിയർ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫിൽറ്ററിലേക്ക് ഇട്ടിട്ട് ലൈൻ ഇവിടെയൊക്കെ ഒന്ന് നനച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് എല്ലാം. അജയ മോട്ടർ ഓൺ ആക്കി. അത് അടച്ചേറാം, അതിപ്പോൾ വേണ്ട, അത് പൂട്ടിയിര്. അത് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെ മോട്ടർ ഓൺ ആക്കി. അപ്പോൾ ഗാർഡൻ പർപ്പസിനാണ് ഇവർ പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒരു സാമ്പിൾ എടുത്ത് നോക്കാം. ക്ലിയർ ആണ്. ഈ എയർ ബബിളാണ് ഈ കറങ്ങുന്നത്. അത് സെറ്റിൽ ആകുമ്പോഴത്തേക്കും വെള്ളം ക്ലിയർ ആയിരിക്കും. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല, എല്ലാം ക്ലിയർ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റോ വാട്ടർ ഇതായിരുന്നു. നമുക്കിവിടെ ടൈലിലും മുഴുവനും ഇങ്ങനെ വെള്ളം ആദ്യം എടുക്കുമ്പോൾ ക്ലിയർ ആയിരിക്കും. പിന്നെ അയണ്ട കണ്ടാമിനേഷൻ കൊണ്ട് നമുക്ക് കളർ ഫെയ്ഡായിട്ട് ടൈലിൽ വീണ് കിടക്കുന്നത് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഉണങ്ങി ടൈലിൽ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് ഒരു അയൺ റിമൂവർ പ്ലാന്റ് വെച്ച് നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അയൺ റിമൂവർ പ്ലാന്റ്. 1465 എന്ന് പറയുന്ന മോഡലുള്ള വെസലാണിത്. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളം. അപ്പോൾ
വെള്ളത്തിന്റെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന സാമ്പിളും ഇതിന്റെ ഫൈനൽ ഔട്ടും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ചെയ്തേക്കുന്നത്. അപ്പം ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇതിന്റെ ചെറിയ വെസൽസ് തൊട്ട് അവൈലബിൾ ആണ്. ഇത്ര ഏരിയ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് വലുത് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി വർക്കിംഗ് കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഫിൽറ്റർ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ബാക്കി ടെസ്റ്റ് ചെയ്യാം. റെയിൻവേഡിന്റെ സ്പ്രിംഗ്ലർ യൂണിറ്റുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, ഇതെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഇപ്പം അടിപൊളി വർക്കിംഗ് ആണ്. ഫിൽറ്ററോടെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി മറ്റേ ഈ ടൈലുകളൊന്നും കറപിടിക്കുന്ന രീതിയിലേക്ക് എത്തത്തില്ല. അപ്പം വർക്കെല്ലാം ഓക്കെയാണ് നമ്മുടെ. ഇപ്പോൾ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിവിടുത്തെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വർക്കിന്റെ റിസൾട്ട് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ഫിൽറ്റർ വെക്കുന്നതിന് മുമ്പുള്ള വെള്ളം. ഇത് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞുള്ള വെള്ളം. നമുക്ക് ഇവിടെ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു? നമുക്കിവിടെ എന്താ പ്രശ്നം, ഇവിടെ ഗാർഡനാണ്. ഗാർഡനിൽ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഗാർഡൻ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നനയ്ക്കുമ്പോഴത്തേക്കും ഇന്റർലോക്കിൽ കറ പിടിക്കുന്നു. ബോറിലെ വെള്ളത്തിലാണ് നനയ്ക്കുന്നത്. അതുകൊണ്ട് ബോറിലെ വെള്ളം അയണ്ട പ്രശ്നമുള്ളതുകൊണ്ട് ഉണങ്ങി കഴിയുമ്പോൾ കറ പിടിക്കും. കറ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കറ മാറ്റാനുള്ള സൊല്യൂഷനായിട്ട് നമ്മൾ അയൺ റിമൂവർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ആ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞുള്ള പ്രോഗ്രസ് ആണ് ഈ കാണുന്നത്. എല്ലാം നല്ല അടിപൊളി ക്ലിയർ ആയിട്ടുണ്ട്. ഇത് വെക്കുന്നതിന് മുമ്പുള്ള വെള്ളം, ഇത് വെച്ച് കഴിഞ്ഞുള്ള വെള്ളം. അജയ്, നിന്നെ ഒരുപാട് പേര് തിരക്കുന്നുണ്ട് വീഡിയോയിൽ. അവരോട് എന്താണ് നിനക്ക് പറയാനുള്ളത്? സന്തോഷം. എല്ലാവരും വളരെ തിരക്കുന്നതിന് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് ദോഷമായിട്ട് തോന്നുന്നതോ സംശയങ്ങളോ എല്ലാം നമുക്ക് കമന്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പം ഇത് കണക്കത്തെ ഫിൽട്രേഷൻ സംബന്ധമായ എന്ത് കാര്യം, വെള്ളം സംബന്ധിച്ചുള്ള എന്തും, നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, സോളാർ വാട്ടർ ഹീറ്റർ ചെയ്യുന്നുണ്ട്, പ്രഷർ ബൂസ്റ്റർ പമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെള്ളവും കറണ്ടും സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിനും നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പം എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൊടുത്തേക്കാം. റോയൽ സ്റ്റാർ വാട്ടർ ടെക്നോളജീസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി. അതും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുള്ളവർ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മളിപ്പോൾ ഇത്രയും പൈസ മുടക്കി എന്തിനാണ് ചെടി നനയ്ക്കാനായിട്ട് ഫിൽറ്റർ വെക്കുന്നതെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവാം. ചെടിയെയും അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്, അത്ര സ്നേഹത്തോടെ നോക്കുന്ന അങ്ങനെ ഒരു സ്ഥലമാണിത്. എല്ലാം അടിപൊളിയായിട്ട് പരിപാലിക്കുന്നതാണ് ഇവർ. ഗാർഡനിങ്ങിന് മെയിൻ ഒരു ഇത് കൊടുക്കുന്നതാണ്. വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ഗാർഡനാണ് ഇവരുടെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു അയൺ റിമൂവർ പ്ലാന്റ് വെച്ചത് വർക്ക്. അപ്പം വർക്ക് ഇന്നത്തെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.